നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെട്ടെന്നൊരു വീഡിയോ എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്, അറിയത്തില്ല. വീടിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് വീടെല്ലാം തകർന്നിരിക്കുവാണ്. അപ്പം അദ്ദേഹം വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങോട്ട് വരാമോ എന്ന് ചോദിച്ചു. വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അറിയത്തില്ല. ടിക്കറ്റൊക്കെ നോക്കണം. ട്രെയിനാണ് വരുന്നത്. ബൈ റോഡ് യാത്ര ചെയ്യുന്ന ഒരാളാണ്, സഞ്ചാരിയാണ്, വളരെ പ്രസിദ്ധനായ ഒരാളാണ്. അപ്പം ഇനിയിപ്പോൾ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം തകർന്ന് തരിപ്പണമായി കിടക്കുവാണ്. ഞങ്ങള് എത്ര മണിക്ക് ആള് വരുന്നത്? എത്ര മണിക്കാ കൺഫേം അല്ല. അദ്ദേഹം ഇപ്പൊ ഹെൽസിംഗിയിലാണോ ഉള്ളത്. ഹെൽസിംഗിയിൽ നിന്ന് ട്രെയിന് വേണം ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട്. അപ്പം പുള്ളി ടൗണൊക്കെ ഒന്ന് കണ്ടോണ്ടിരിക്കുവാണ്. ഏറെക്കുറെ എപ്പോഴെത്തും? അങ്ങനെയാണെങ്കിൽ 4 മണിക്കാകുമ്പോഴേക്ക് എത്തുള്ളൂ. അപ്പൊ 4 മണിക്ക് നമ്മൾ ഡിന്നർ എന്തെങ്കിലും നമ്മൾ തയ്യാറാക്കണം. ഡിന്നർ 4 മണി വരുമ്പോ ചായ കൊടുക്കാം. 4 മണിക്ക് നാടൻ രീതിയിൽ ചായയല്ലേ. ഡിന്നർ അത്താഴമാണല്ലോ. അത്താഴം. അപ്പൊ അത് നമ്മൾ തയ്യാറാക്കണം. ചായക്ക് എന്നപ്പോ ചെയ്യേണ്ടത്? ഉരുപ്പെടുത്തില്ല, നമുക്ക് കോഴിക്കോട്ട് ഉണ്ടാക്കിയാലോ? പുള്ളിയുടെ പല്ലൊടിക്കാനാണോ? എന്റെ കോഴിക്കോട്ട വളരെ ശോകമാണ്. അത് ശരിയാ. അത് വേണ്ട, എന്തെങ്കിലും നമുക്ക് നോക്കാം. അതായത് നമ്മുടെ വീട്ടിൽ ഇതുവരെ സെലിബ്രിറ്റീസ് ആരും വന്നിട്ടില്ല. അദ്ദേഹം ഇവിടെ 3:15 എത്തും. അപ്പം ഞങ്ങളാണെങ്കിൽ വിചാരിക്കുവാണ് ഏത് റൂം കൊടുക്കണം. അതായത് പിള്ളേരുടെ റൂമിൽ കൂടുതൽ ചൂടുള്ള റൂമാണ്. പുതിയ റൂമുകളിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചൂട് കുറവാണ്, തണുപ്പാണ്. രാത്രി നമുക്ക് ഉറങ്ങാൻ സുഖം. പക്ഷെ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് എങ്ങനെ അറിയത്തില്ല, തണുപ്പ് അത്രയും പറ്റുമെന്ന് അറിയില്ല. രക്ഷയില്ല, എന്നൊക്കെ ചർച്ചയല്ലേ. അതെ, അതിനിടയ്ക്ക് കാര്യങ്ങളെല്ലാം അതല്ല രസം. രാത്രി കൊച്ചെങ്ങാനും കറിയാണെങ്കിൽ പുള്ളി ആക്ച്വലി ട്രാവൽ ചെയ്യണാണല്ലോ. അതിനിടയ്ക്ക് കൊച്ചു കറിയോ അല്ലെങ്കിൽ കൂർക്കം വലി. ഇപ്പൊ നമ്മൾ രണ്ടുപേരും മോശമല്ല, മത്സരിച്ച് കൂർക്കം വലിക്കും. പുള്ളിയുടെ ഉറക്കം മുഴുവൻ ഡിസ്റ്റർബ് ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? രാവിലെ ചോദിക്കണോട്ടോ, അഭിപ്രായം ചോദിക്കണേ ചായ. അപ്പോൾ പെട്ടെന്നാണ് അറിഞ്ഞത്. അതായത് മട്ടനും പോർക്കും കഴിക്കില്ല, ബാക്കി നോൺ വെജ് കുഴപ്പമില്ല എന്ന് പറയും. അപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു, അത് ഐസായിട്ടിരിക്കുക. അപ്പം ഇനിയിപ്പോൾ 2-3 മണിക്കൂറേ ഉള്ളൂ. അതിനുള്ളിൽ ഈ സംഭവം മെൽറ്റായി കിട്ടിയാലാണ് നമുക്ക് ശരിക്കും എന്തെങ്കിലുമൊക്കെ ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനൊരു പെട്ടെന്നുള്ള ഒരു ഐഡിയ ആണ്. ഈ സാധനത്തിൽ വെച്ച് നമുക്ക് ഡീഫ്രോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുമേ. കവർ ചെയ്യണേ, അതിന് മേളിൽ കവർ ചെയ്യണ്ട, ഡീഫ്രോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഡീഫ്രോസ്റ്റിന്റെ ഓപ്ഷൻ എടുത്തിട്ട് ഇത് ഓൾമോസ്റ്റ് 2 കിലോ വരുമായിരിക്കും. അപ്പൊ നമ്മള് വെയിറ്റ് 2 കിലോയുടെ 2 കിലോ എന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതൽ നേരം എടുക്കുമായിരിക്കും. ഞാൻ ഒരു 1.5 കിലോയുടെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഒരു 1/2 മണിക്കൂർ ആ സാധനം എടുക്കും ഒന്ന് മെൽറ്റായി വരാൻ. അപ്പൊ ഇച്ചാനാണെങ്കിൽ ഫ്ലോറൊക്കെ തുടച്ച് സെറ്റാക്കി ഇടുന്നു. അച്ചടാ, എഴുന്നേറ്റ് കിടക്കുവാണോ? അല്ല, ഉറക്കം തന്നെയാന്ന് തോന്നുന്നു. ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഞെളിവിരി കൊണ്ടിട്ടാൻ തന്നെ അങ്ങ് ഉറങ്ങും. ആര് വന്നാലും നമ്മൾ ഇങ്ങനെ തന്നെയാട്ടോ. പക്ഷെ നമുക്ക് കുറച്ച് നേരത്തെ കൂട്ടി അറിയാൻ പറ്റുമെന്ന് മാത്രം. ഇതിപ്പോൾ ഇച്ചിരി താമസിച്ചു നമ്മൾ അറിഞ്ഞപ്പോൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് നല്ല കാര്യമായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അവരോട് കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണല്ലോ. നമ്മൾ ആര് വന്നാലും അല്ലേ, വലിയ ആളെന്നോ ചെറിയ ആളെന്നോ അങ്ങനെയൊന്നുമില്ല. എല്ലാവരെയും നമ്മൾ ഒരുപോലെയാണ്. നമ്മുടെ മാക്സിമം നമ്മൾ ചെയ്യുന്നു. ഇതൊന്ന് കുളിക്കണം വെച്ചാൽ ഇവനൊന്ന് പിടിക്കാവോ? പക്ഷെ സവോള കരിയണം. എന്റെ പോലെ ടൈം ഇല്ലാത്തത് സമയമില്ല. എനിക്കറിയത്തില്ല എന്നത് ചെയ്യുക, എവിടെ ചെയ്യുക, എങ്ങനെ. അതുകൊണ്ട് അപ്പൊ ഓക്കെ, ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യാം. ചക്കര നീ ആണോ? പെട്ടെന്ന് കുറച്ച് ചോറ് റെഡിയാക്കി, മോരുകറിയാക്കി. ബീഫ് ഇനിയിപ്പോൾ വെച്ചിട്ട് വേണം. അതിനിടയ്ക്ക് വാവ കരച്ചിലായപ്പോൾ പാൽ കൊടുക്കാൻ പോയായിരുന്നു. ഇനി എനിക്കൊന്ന് കുളിക്കണം. ഇച്ചാനും കടയിൽ പോയി സാധനങ്ങൾ മേടിക്കാൻ തോരൻ വെക്കാനൊന്നും ഇരിക്കുന്നില്ല. എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തട്ടിക്കൂട്ടെന്ന് പറഞ്ഞാൽ ചമ്മന്തി, പപ്പടം കാച്ചി, തോരൻ, മോരുകറി. നമ്മൾ എന്തായാലും പെട്ടെന്ന് ഒരാൾ വരുമ്പോഴേക്കും കുറച്ച് നെർവസ് ആവത്തില്ലേ? സമയം കിട്ടിയായിരുന്നു നമുക്ക് ഇത്ര ടെൻഷൻ ഇല്ലായിരുന്നു. ഇപ്പൊ പെട്ടെന്നാകുമ്പോഴേക്കും ഫുഡ് കൊടുക്കുമ്പോൾ നമ്മൾ ഇച്ചിരി നീറ്റായിട്ട് കൊടുക്കുകയും വേണം. അതിനുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഇന്നുകൊണ്ട് ഡയറ്റും പ്ലാൻ ചെയ്യുന്നു. അതുകൊണ്ട് ഫ്രിഡ്ജൊക്കെ കാലിയാക്കി നമ്മളെ ഹെൽത്തി സാധനങ്ങള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറെ ഒഴിവാക്കിയിട്ടായിരുന്നു അല്ലെ. അതിനിടയ്ക്ക് കൊച്ചു കറിഞ്ഞിട്ട് അവൻ ഉറങ്ങുന്നില്ല. അപ്പൊ വേണ്ടേ ഈ ചായൻ ഒരു കയ്യില് കൊച്ചിനെയും പിടിച്ച് മറ്റേ കയ്യില് അതെ. എല്ലാ വീട്ടിലും ചെയ്യുന്ന സംഭവമാണല്ലോ. ഒരാളെ പുതിയ ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ മാക്സിമം നമ്മുടെ ബെസ്റ്റ് കൊടുക്കാൻ വേണ്ടി നോക്കുന്നത്. പക്ഷെ നമുക്ക് സമയം കുറഞ്ഞു പോയതിന്റെ ഒരു ടെൻഷനാണ്. അപ്പൊ ഇനി പെട്ടെന്ന് കടയിൽ പോയി സാധനം മേടിച്ചോണ്ട് വരണ്ടേ? സമയം 12 മണിയായി. ഇനി ജോൺകുട്ടിനെ വിളിച്ചോണ്ട് വരണം. പിള്ളേര് എത്തിയിട്ടില്ല. എനിക്കൊന്ന് കുളിക്കണം. ഇത് കുളിക്കണം. അതെ, അത്യാവശ്യം ഹാളും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടു. ജോണിക്കുട്ടി വന്നത് ബേബിനെ എടുത്തു. ഞാൻ കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. ചിക്ക് കുറച്ച് ചോറുണ്ടെന്നു. ഇന്ന് തൊട്ട് നമ്മുടെ ഡയറ്റ് ഉണ്ടായിരുന്നു, വീണ്ടും നമ്മളേക്ക് ഇതായിപ്പോയി. ഞാനത് ചെയ്തോളാം. പപ്പ കൊച്ചിനെ പിടിക്കാവോ? എന്നത് ജോൺകുട്ടി ചെയ്യാൻ പോകുന്നത്? ബീൻസ് കരിയാൻ പോവാണോ?
നമ്മളിവിടെ എന്തെങ്കിലും തിരക്കിട്ട് ചെയ്യുമ്പോഴേക്കും ഞാനത് ചെയ്യാൻ കൊച്ചിനെ എടുക്കാവോ എന്ന് ചോദിക്കില്ല. അതുപോലെ ജോണിക്കുട്ടി ഡേക്കറിയിൽ ഇപ്പോൾ വന്നതാണ്. ഫ്രിഡ്ജിലെടുത്ത് വെക്കുക സാധനങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് ബീൻസ് തോരൻ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും വെജിറ്റബിൾ കൂടെ വേണമല്ലോ ഊണാവുമ്പോൾ. തട്ടിക്കൂട്ടിനകത്ത് അതുണ്ട്. പിന്നെ ഇച്ചാൻ ചെമ്മീൻ വാങ്ങിക്കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ചെമ്മീനും മാങ്ങയും കൂടെ കറിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ബീഫ് ഫ്രൈ ഇരിപ്പുണ്ട്. നമ്മുടെ അത്യാവശ്യ പരിപാടികളെല്ലാം കഴിഞ്ഞാലേ ചോദിക്കോ. അത്യാവശ്യമായി. മീൻ വറുത്ത് നമ്മൾ ലാസ്റ്റ് ആക്കി. പിന്നെ ഇനിയും ഒരു അരമണിക്കൂറും കൂടി ഉണ്ട് വരാനായിട്ട്. അപ്പോൾ അന്നേരം കൊണ്ട് ഇവിടെ തണുപ്പുള്ള സ്ഥലമാണല്ലോ. അപ്പം നമ്മുടെ ഫുഡൊക്കെ നമുക്ക് ചൂടായിട്ട് കഴിക്കാനാണല്ലോ കൂടുതൽ ഇഷ്ടം. അപ്പം നമ്മളിപ്പോൾ എടുത്ത് ടേബിളിലോടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും തണുത്തു പോകും. അപ്പം നമ്മളിവിടെ ചെയ്യുന്ന ഒരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മിനിമം തീയിൽ, അതായത് ജസ്റ്റ് ഒന്ന് ഓഫിൽ നിന്നൊന്ന് ഓണാക്കാം. 50 അങ്ങനെ ആ ഒരു റേഞ്ചിലിട്ടിട്ട് പിന്നെ അത് ഓഫ് ചെയ്ത് വെക്കും കേട്ടോ. പക്ഷെ ആദ്യം ഒരു ചെറുതായിട്ട് ഇങ്ങനെ 50 വെച്ചിട്ട് ലൈറ്റ് ഇട്ട് വെക്കും. അപ്പം ഓവൻ്റെ അകത്തൊരു ചെറിയൊരു ചൂട് ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ഫുഡെല്ലാം പാത്രങ്ങൾ അതിൻ്റെ അകത്ത് കയറ്റി വെക്കും. അന്നേരം ഇപ്പം ചൂടായിട്ടിരിക്കുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, റീൽസ് കാണാറുണ്ട്, ഫ്രിഡ്ജില് കാണാറുണ്ട്. 5 ഉണ്ടോ ഇനി? 5ന്റെ ബോർഡ് പിടിച്ചോണ്ട് വന്നേ. ഇനിയിപ്പോ ഞരമ്പ് കെട്ടിക്കാൻ പോവാന്ന് പറയണ്ട. ഫിനിഷ് ആയോ? ഒന്നും പറയണ്ട. എങ്ങനെ ആയൊന്നും അറിയില്ല. എന്തായാലും കഴിച്ചു നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? ചുക്ക് നന്നായിട്ടുണ്ടെന്നാ. ഞാൻ ബീഫ് കഴിച്ച് നന്നായിട്ടുണ്ട്. ഇത് മറ്റേ സ്ട്രാറ്റജിയാ അല്ലേ? അതായത് വലിയ ഹോപ്പ് കൊടുക്കാതെ, എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരു ഹോപ്പ് ഇല്ലാതെ കഴിക്കുമല്ലോ. അങ്ങനെ ആ ഹോപ്പ് ഇല്ലാതെ കഴിച്ചിട്ട് നല്ല എന്ന് പറയുമ്പം അത് ഭയങ്കര ഇതല്ലേ, ആ സ്ട്രാറ്റജി അല്ലേ? അങ്ങനെയാണോ ചോദിക്കും, എനിക്കറിയത്തില്ല. പുളിയൊക്കെ കുറവുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ കറിയൊക്കെ കൂട്ടി കഴിച്ചിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയോ? പതുക്കെ കഴിച്ചോണ്ടിരിക്കുക. അതെ, എനിക്ക് ആ മാങ്ങാക്കറി ഇഷ്ടപ്പെട്ടു. ബീഫ് നന്നായിട്ടുണ്ട്. എല്ലാം നന്നായിട്ടുണ്ട്. താങ്ക് യു. അടിപൊളിയാണല്ലോ. എല്ലാത്തിനും രുചി ഉണ്ടാവും. പിന്നെ പ്രത്യേകിച്ച് യാത്ര ചെയ്യുമ്പോഴേ നാടൻ ഫുഡ് കുറച്ച് കിട്ടി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഫീൽ അല്ലേ? അതെ, ഞാൻ ഒരു വികാരം ഇല്ലാത്ത കറിയാന്ന് വിചാരിച്ചു. പക്ഷെ അത് ഇഷ്ടമായെന്ന് പറയുമ്പോ സന്തോഷമായി. ചോറെടുക്കും. പരിപാടി എന്നാ ചെയ്യും ജോൺകുട്ടി? മെസ്സേജ് ജോൺകുട്ടി ഫ്രണ്ടിന്റെ വീട്ടിൽ കളിക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുകയാണ്. മാളും ചെക്കിയൊക്കെ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങുന്നേ ഇല്ല, ഇവിടെ തന്നെ ഇരിക്കണം. എന്നാ നിങ്ങളുടെ പരിപാടി? ഓഹോ, ഓക്കെ. അപ്പോൾ നമ്മൾ എസക്കുട്ടിനെ ഉറക്കി കിടത്തി കേട്ടോ. അവൻ ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പം പിന്നെ അവനെ പോയി നമ്മൾ ഉറക്കി കിടത്തി. അപ്പോൾ കുറച്ച് നേരം ഞാൻ പിള്ളേർക്ക് ഫുഡ് കൊടുക്കട്ടെ. എൻ്റെ കയ്യിൽ ഇരുന്ന് ഉറങ്ങുമായിരുന്നു. പിച്ചായം വിളിച്ചിട്ട് അവർ പുറത്ത് പോയേക്കുമായിരുന്നേ. അപ്പോൾ പുറത്ത് അത്യാവശ്യം ഒന്ന് ടൗണിലൊക്കെ ആയിട്ട് ഇപ്പോൾ ഇരുട്ടാകാൻ തുടങ്ങിയപ്പോഴേക്കും തിരിച്ചവർ വരുവാന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവൻ ഉറക്കമായിരുന്നു, അവൻ മാളുവിൻ്റെ കയ്യിലോട്ട് കൊടുത്തു. പക്ഷെ അവൻ എഴുന്നേറ്റിരിക്കുക. ജോൺകുട്ടി വന്നപ്പോൾ തൊട്ട് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ മെസ്സേജ് വന്നില്ല. മമ്മ പ്രോമിസ് ചെയ്തു, പക്ഷെ അത് നടത്താൻ പറ്റിയില്ല അല്ലേ? ജോൺകുട്ടി ഭയങ്കര വിഷമത്തിലാണ്. അപ്പം ഇനിയിപ്പം ചോറൂണ് കഴിഞ്ഞ് പോയതാണ്. ഇനിയിപ്പോൾ വരുമ്പോൾ ഒരു ചായ കാപ്പി ഇടാമെന്ന് വിചാരിച്ചു. അപ്പം അതിനുവേണ്ടി പേസ്ട്രി, ആപ്പിളിൻ്റെ സോസ്, അതായത് ജാം പോലത്തെ സംഭവത്ത് വെച്ചിട്ട് ഒരു പേസ്ട്രിയാണ് ഉണ്ടാക്കുന്നത്. പപ്സ് പോലത്തെ, ആപ്പിൾ പപ്സ് പോലത്തെ. അവസരങ്ങളിൽ മെഷീൻ ഓർമ്മയുള്ളത് ഭയങ്കര സൗകര്യം കേട്ടോ. ഇപ്പം ബുദ്ധിമുട്ടൊന്നും അറിയില്ല, നേരെ അങ്ങ് വെച്ച് വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സെറ്റായി. സാധാരണ ബിരിയാണി എന്തെങ്കിലും ഒരു വെറൈറ്റി സാധനമൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടായിരുന്നു. അതൊക്കെ റെസിപ്പി വെച്ച് നോക്കിയാണല്ലോ ചെയ്യാൻ. പക്ഷേ എന്നെക്കൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഉള്ളൂ. നമ്മുടെ ചോറും കറികളൊക്കെ റെസിപ്പി നോക്കാതെ തന്നെ ചെയ്യാൻ പറ്റുന്നുള്ളൂ പെട്ടെന്ന്. അപ്പോൾ പിന്നെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ ചെയ്യുകയും ചെയ്യണമായിരുന്നല്ലോ. ഡീറ്റെയിൽ ഷോപ്പിങ്ങിനുള്ള സമയമൊന്നുമില്ലായിരുന്നു. അപ്പോൾ കാപ്പി കുടിച്ച് കഴിയുമ്പോഴേക്കും ഓക്കെ ആവുമല്ലോ. അവർ എത്താറായെന്ന് പറഞ്ഞു, ഇതുവരെ എത്തിയിട്ടില്ല. ഇവിടുത്തെ നോർമൽ മിൽക്ക് ഇങ്ങനെ ഇരിക്കും. കെവിത്ത് മൈത്തോ ഒരു ചോക്ലേറ്റ് കേക്ക് കൂടെ കട്ട് ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പുറത്തൊക്കെ പോയി
സ്വിച്ച് ബ്രോയിനെ കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചതിന് ശേഷം തിരിച്ചു വന്നു. അതൊക്കെ ചിക്കൻ ചായ ഇട്ടോണോ? കേക്ക്, ചായ ആണോ? ഓക്കെ. പിന്നെ വാസനയിലും അധികം സ്ഥലങ്ങളൊന്നും കാണാനില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റിയില്ലേ? ആള് എടുക്ക ഹോംവർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞോ? ഇല്ലേ കാണാൻ തുടങ്ങി. നീ എങ്ങോട്ടാ നോക്കുന്നത്? ഞാൻ തല കൊണ്ടുപോകുമ്പോ അവൻ അങ്ങോട്ട് തിരിഞ്ഞു ഇവിടെ എന്റെ മുഖത്ത് നോക്കൂല. എടാ ഇങ്ങോട്ട് നോക്കടാ, എടാ ഇത് ഇങ്ങോട്ട് നോക്കടാ. ഇങ്ങനെ കൊണ്ടുപോവാ. നീ ആരാണ് നോക്കണത്? നീ ഇവിടെ നോക്കിയാൽ മതി. നീ എന്താ നോക്കുന്നത്? എടാ എന്നെ നോക്കാല്, എന്നെ നോക്കുക, എന്നെ നോക്ക്. നോക്കോ? അപ്പായാണോ അത്? ആരാ അത്? കണ്ണിൽ വെട്ടടിക്കുന്നതിനാണോ? ആണോ? വെട്ടടിക്കുന്നോ? ഉറക്കം വരുന്നുണ്ട്. അടുത്ത ദിവസത്തേക്കുള്ള പ്ലാൻ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ വാസി വന്നു. അടുത്തത് നേരെ സ്വീഡനിലേക്കാണ് പോകുന്നത്. സ്വീഡൻ വഴി അങ്ങനെ ഫെറി ബുക്ക് ചെയ്തു. അത് കഴിയുമ്പോഴേക്കും അവിടെ പോകുമ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവത്തെ കുറിച്ച് സെർച്ച് ചെയ്യുന്നു. ഏറ്റവും സാധാരണ നമ്മളൊക്കെ പോകുമ്പോൾ അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവത്തിലേക്ക് എത്തിപ്പെടാറില്ല. നിങ്ങൾ ചിന്തിക്കുന്നത് വേറെ ലെവലിലായിട്ട് ചിന്തിക്കുന്നത്. ഫുൾ ടൈം ട്രാവൽ ചെയ്യുന്ന ആളായതുകൊണ്ടും അതെ തന്നെ ഞാനിപ്പോ നാളെ താമസിക്കാനുള്ള റൂം നോക്കിക്കൊണ്ടിരിക്കുക. അതായത് നമ്മള് ഫ്ലൈറ്റിനൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. നേരത്തെ അഡ്വാൻസ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടില്ല പോകുന്നത്. ഇത് നാളത്തെ പരിപാടിയല്ലേ? നാളത്തെ പരിപാടി YMCA ഹോസ്റ്റലുണ്ട്. 59 euro ഉള്ളൂ. ഏറ്റവും ചീപ്പായിട്ട് ഏറ്റവും തൊട്ട് അടുത്തുള്ള സ്ഥലം നോക്കി. അതായത് റെയിൽവേ സ്റ്റേഷന് അടുത്ത് റൂം എടുത്തുള്ള ഗുണം എന്താ അറിയാമോ? അപ്പൊ ഞാനിപ്പോ ഇവിടെ അങ്ങോട്ട് ചെല്ലുന്നു. നാളെ രാത്രിയല്ലേ ഞാൻ എത്തുന്നേ? ഒരു 6 മണിയാവൂലേ? അപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ എനിക്ക് നാളെ മറ്റന്നാളെ രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ നാളെ ട്രെയിനിൽ കയറി പോണ്ടേ. അപ്പൊ റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ തന്നെ പോയി റൂം എടുക്കുന്നു. നമ്മൾ ഈ ദൂരെ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവിടെ ഹോട്ടലിലേക്ക് പോയിട്ട് വരാനുള്ള ഒരു കോസ്റ്റ് ഉണ്ടല്ലോ, ആ കോസ്റ്റ് ലാഭിക്കാം. എങ്ങനെ ഒരു 10 euro ആവും, അത് ലാഭിക്കാം. രണ്ടാമത്തെ കാര്യം സമയം ലാഭിക്കാം. ഞാൻ സാധാരണ ചെയ്യുന്നത് രാത്രിയിൽ ഒരു സ്ഥലത്ത് എത്തുന്നു, റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ തന്നെ റൂം എടുക്കുന്നു, കിടന്നുറങ്ങുന്നു, രാവിലെ ചെക്കൗട്ട് ചെയ്ത് ബാഗ് അവിടെ ഹോട്ടലിൽ കൊടുക്കുന്നു, എന്നിട്ട് സൈറ്റ് സീയിങ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് ഹോട്ടലിൽ തന്നെ വരുന്നു, നേരെ ബാഗ് എടുത്ത് ട്രെയിൻ കയറി അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. അതാകുമ്പോൾ നമുക്ക് സമയലാഭമുണ്ട്, പൈസ ലാഭമുണ്ട്, അങ്ങനത്തെ ഒത്തിരി ലാഭങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് മാത്രമല്ല റെയിൽവേ സ്റ്റേഷൻ അടുത്ത് ചെറിയ ബേസിക് റൂമും കിട്ടും, ചെറിയ എമൗണ്ട് റൂമും കിട്ടും. ചിലപ്പോൾ അതിനും കുറച്ച് ചിലപ്പോൾ വേറെ കിട്ടിയേക്കാം, പക്ഷെ നമുക്ക് കൺവീനിയന്റ് ആണ് ആ സമയത്ത് നോക്കുന്നത്. അപ്പോൾ അങ്ങനെയും കിട്ടും ചിലപ്പം. ഒത്തിരി അടിപൊളി വീഡിയോസ് വരുന്നുണ്ട്. ഞാൻ പോലും സ്വീഡനിൽ പല പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ പോലും സ്ഥലങ്ങളിൽ പോകാത്ത സ്ഥലങ്ങളിലേക്കുള്ള യാത്രയാണ് സുജിത്ത്. അപ്പോൾ എല്ലാവരും ഫോളോ അപ്പ് ചെയ്യുക. ഇവിടുന്ന് നേരെ സ്വീഡനിലെ അതിമനോഹരമായ സ്ഥലങ്ങളിലൂടെ, അതിനുശേഷം നോർവേയിൽ നിന്നാണ്. പിന്നെ എന്റെ തുണിയെല്ലാം അവിടെ അലക്കിക്കൊണ്ടിരിക്കുക അവിടെ വാഷിംഗ് മെഷീൻ്റെ അകത്ത്. അതാണ് സൗണ്ട് കേൾക്കുന്നത്. അതെ, ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ പോകുമ്പോഴാണ് തുണി അലക്കുന്നത്. അതായത് ചെറിയൊരു ബാക്ക് ബാഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ബൈ റോഡ്, നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടാവുമല്ലോ, ബൈ റോഡാണ് ഇങ്ങനെ പോരുന്നത്. തന്നെ യാത്ര ചെയ്യുന്നു. അതായത് ലിമിറ്റ് ഇതില്ലല്ലോ. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ പ്ലാൻ എനിക്കാണ് കേട്ടിട്ട് സത്യം ഇവരിവിടുന്ന് വണ്ടിയും കൊണ്ട് മോട്ടോർ ഹോം കൊണ്ട് നാട്ടിലേക്ക് വണ്ടി ഓടിച്ചു പോകണമെന്ന് എനിക്കത് കേട്ടിട്ട് അങ്ങോട്ട് കൊതിയായി. ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്റെ ഏറ്റവും ആരുടെ ഇഷ്ടം, ആർക്കാ ഇഷ്ടമല്ലാത്തത്? അതായത് എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലത്ത് ഇന്ന ദിവസം ചെല്ലണമെന്നൊന്നുമില്ല, എപ്പോഴെങ്കിലും അങ്ങ് ചെല്ലുക. ഇന്നിപ്പോൾ ഒരു ദിവസം അടുത്തു അവിടെ കിടക്കുക, അങ്ങനെ ഫീലോടുകൂടി യാത്ര ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഈ ജൂണിൽ അത് നടക്കത്തില്ല. അതിന്റെ കാരണം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ. ഫ്യൂച്ചറിൽ എന്തായാലും അതൊരു ഭയങ്കര ഡ്രീമാണ്. ഫാമിലി ആയിട്ട് തന്നെ പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് കഴിഞ്ഞ ജൂണിൽ എനിക്ക് UK എന്നുള്ള 2 പേരുടെ കൂടെ എനിക്ക് പോകാമായിരുന്നു. അത് താല്പര്യമില്ല. പോകുമ്പോൾ ഒരുമിച്ച് പോകണം എന്നുള്ളതാണ്. എന്തായാലും വലിയ താമസമൊന്നും ഉണ്ടാകത്തില്ല. മസാല തരുമാണോ? ഇതിന്റെ അകത്തേക്ക് ഇങ്ങനെ പയ്യെ പേസ്റ്റ് തേച്ചാൽ മതി. പറ്റുമോ? ഇങ്ങനെ 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 കൈ കൊണ്ടല്ലോ വേണ്ട, കൈ കൊണ്ട് ചെയ്യണ്ട. വെച്ച് ഇത് ഫോർക്കോട്ട് അതിൻ്റെ തേച്ച് വെച്ചാൽ കൈ വാഷ് ചെയ്താട്ടോ. അയ്യോ, കൈ ഇതായോ? കൊച്ചിനോട് ഇപ്പം പറ്റില്ല. ചിക്കൻ കട്ട് ചെയ്തു, പക്ഷെ സംഭവം അവൻ്റെ അകത്തുനിന്ന് എടുത്ത് കഴിയുമ്പോൾ പുഴുങ്ങിയ പോലെയാണ്. പിന്നെ എയർ ഫ്രയറിൽ വെച്ച് ചെറുതായിട്ടൊരു ക്രിസ്പി ലുക്ക് ആക്കിയിട്ടുണ്ട്. അതെ,
സംഭവങ്ങളെല്ലാം ഒന്നിച്ച് സെറ്റ് ആക്കിയിട്ട് എടുക്കാന്ന് വെച്ചിട്ട് നടന്നില്ല കേട്ടോ. അവസാനം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പാവം. സാരമില്ല. നമുക്കറിയാം. ഹലോ. പിന്നെയും കരച്ചിലായി. ഓ മമ്മ കൊടുക്കാം. രാവിലെ കുട്ടപ്പന്മാരായിട്ട് എല്ലാരും കൂടി ഇരിപ്പുണ്ട്. അതെ എല്ലാം കഴിഞ്ഞ് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് വരുമ്പോൾ ബ്രഞ്ച് ആയി പോവും, ഇച്ചിരി ലേറ്റ് ആയി. കുഞ്ഞു വാവ അവനെ വാഷ് ചെയ്ത് ഉറക്കിയിട്ട് പോയതാട്ടെ വിചാരിപ്പം ദേ കണ്ണു തുറന്ന് കിടപ്പുണ്ട്. അപ്പം വിചാരിച്ച് രാവിലെ കുറച്ച് അപ്പവും പിന്നെ ഇന്നലത്തെ ബീഫ് ഉണ്ടല്ലോ അത് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കറിയാക്കാമെന്ന്. കുറച്ച് ചാറാക്കി ഇന്നലത്തെ ബീഫ്. ജീരോളം വേണോ ചേന? വലിയ സ്പെഷ്യലൊന്നുമല്ല, കുഞ്ഞു സ്പെഷ്യല്. രണ്ടെണ്ണേ കഴിച്ചോളൂ, മതിയെന്ന് പറഞ്ഞു. ഇച്ചേ എടുക്കുന്നില്ലേ? എടുക്കും. ഓ അതെല്ലേ, കുറച്ചേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് കഴിക്കുന്നില്ല. അത് ശരി. അന്ന് ഇന്ന് ദോശയൊക്കെ ആയിരുന്നല്ലോ. ഇന്നലെ ഞങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു. അതെ, ദോശ ഇവിടെ പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതെ അല്ലേ, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ മോശമായത് കൊണ്ടല്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഫിൻലൻഡിൽ ഇപ്പോഴത്തെ വെതർ എന്ന് വെച്ചാൽ ഭയങ്കര മോശമാണ്. അതായത് സ്നോ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ അടുത്ത് കാണാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫിൻലൻഡിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. ആ ഒരു എനർജി ഒന്നും വരുന്നില്ല എൻ്റെ അപ്പം ഇറച്ചിയും കഴിച്ചതിൻ്റെ. എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. രാവിലെ ചെറിയ ക്ഷീണമാകാം ദാസിന്. അതാകാം. ഇന്നലെ ജീരകം കുടിച്ചതിൻ്റെ വേണ്ടി പോകുന്നു. അതിനുശേഷം 1:15 ഇവിടുന്ന് വാസയിൽ കയറി സ്വീഡൻ. എനിക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ ആകപ്പാടെ ഉള്ളത് നമ്മുടെ പാലം, വാസയിലുള്ള നമ്മുടെ പാലമാണ്. അപ്പൊ അതുകൊണ്ട് കാണിക്കാൻ വേണ്ടി പോവാണ്. ഫിൻലൻഡിലെ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. അത് ഇവിടെ നമ്മുടെ അടുത്താണ്. ഇവിടുന്ന് ഒരു 15 കിലോമീറ്റർ ഉള്ളൂ. അപ്പൊ അങ്ങോട്ട് നമുക്ക് പോവാം. അപ്പൊ അത് കണ്ടതിന് ശേഷം പിന്നെ നമുക്ക് ഫെറി എടുത്ത് പോയാൽ മതിയല്ലോ. മോശമായതുകൊണ്ട് ഇപ്പൊ നിലവിൽ കാണാൻ ഇതൊക്കെ ഉള്ളൂ. പക്ഷെ എന്നാലും ഇന്ന് ലക്കിന് സണ്ണ് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് വെയിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ടൊരു തെളിച്ചമുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് ബാലാവിടെ കണ്ടേക്കാം അല്ലെ? ഓക്കെ. ഈ ഒരു ബാഗിനകത്ത് കൊള്ളാവുന്ന സാധനങ്ങളുമായിട്ടാണ് നാട്ടിൽ നിന്നുള്ള യാത്ര. അതുകൊണ്ട് ഭയങ്കര കംഫർട്ടബിൾ അല്ലേ? സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനൊന്നും അല്ല യാത്ര ചെയ്തിരുന്നത്. ഞാൻ പറഞ്ഞില്ല ഇന്നലെ ഞാനൊരു 10 ദിവസത്തെ ട്രിപ്പിന് പോയി കഴിഞ്ഞാൽ 10 ടീഷർട്ടും 10 ഷർട്ടും 10 സോക്സും 10 പാൻറ്റും എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ, വലിയ പെട്ടൊക്കെ ആയിട്ട്. ശരിക്കും ഇങ്ങനെ യാത്ര ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോ ഇത് ഭയങ്കര സുഖമാ. അതായത് നമുക്ക് വേറെ എന്താ പറയാ കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ലല്ലോ. ലഗേജ് എന്ന് പറഞ്ഞ കമ്മിറ്റ്മെന്റ് ഇല്ല. ആകെയുള്ളൊരു ഡ്രോബാക്ക് നമ്മൾ യാത്രയിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ ബുദ്ധിമുട്ട്. വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചുമിക്കാൻ നടക്കേണ്ടി വരും എന്നുള്ളൊരു ഡ്രോബാക്കേ ഉള്ളൂ. പക്ഷെ ലെസ് ലഗേജ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാനിപ്പോ ശീലിച്ചൊരു കാര്യമാണ്. ഭയങ്കര സംഭവം സിമ്പിൾ ആയിട്ട് അത്ര സംഭവം ശരിക്കും ഉണ്ടല്ലോ. ഞാൻ പല സ്ഥലത്തും കണ്ടൊരു കാഴ്ച എന്താണെന്നറിയോ? അതായത് ഇത് അൺലോക്ക് ചെയ്യാം. ഈ യൂറോപ്യൻസ്, ഞാൻ തായ്ലൻഡിൽ വെച്ചും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലൊക്കെ വെച്ചിട്ട് ഇവർ ഏറ്റവും കൂടുതൽ ബാക്ക് പാക്കിന് പോകുന്ന അവിടെ ആണല്ലോ ട്രിപ്പ് പോകുന്നത്. കാരണം ചീപ്പാണല്ലോ. അവിടെ ഇവര് ഭാര്യയും ഭർത്താവും 3 പിള്ളേരും എല്ലാരും കൂടെ ട്രാവൽ ചെയ്യും. അപ്പൊ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കിനും ഭാര്യയുടെ തോളത്ത് അവരുടെ ബാഗ് ഉണ്ടാവും ഇതേപോലത്തെ, ഭർത്താവിന്റെ ബാഗ് അവരുടെ തോളത്തുണ്ടാവും. 3 പിള്ളേർ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അവരുടെ തോളത്തും അവരുടെ സാധനങ്ങളുള്ള ബാഗ് ഉണ്ടാവും. നമ്മള് ചെയ്യുമോ അങ്ങനെ? നമുക്ക് പറ്റില്ല ചെയ്യാൻ. അങ്ങനെ ട്രാവൽ ചെയ്യുമവര്. അത് അവർക്ക് പറ്റും, അവർക്ക് നമുക്ക് പറ്റായൊന്നുമില്ല. നമ്മളങ്ങനെ ശീലിച്ചിട്ടില്ല. നമ്മൾ കുറച്ചുകൂടെ കംഫർട്ട് സോൺ ഒക്കെ വെച്ച് നോക്കി എല്ലാ രീതിയിലും. അതെ, കംഫർട്ട് സോൺ വിട്ടു പോയി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഞാനിപ്പോ അത് ചെയ്തോണ്ടിരിക്കുന്നത്. എത്ര നാളായി മെയിൽ തുടങ്ങിയതാ. മെയ് തുടങ്ങി. തുടങ്ങിയ പരിപാടിയാ. ഇടയ്ക്ക് ഒരു 3-4 തവണ ഞാൻ 4-5 തവണ ഞാൻ നാട്ടിൽ പോയി. കുറച്ച് ദിവസം വെച്ചിട്ട്. ഏറ്റവും കൂടുതൽ ഞാൻ നാട്ടിൽ നിന്ന് ഞാൻ ഓസ്ട്രിയയിൽ നിന്ന് പോയപ്പോഴാണ് സിക്കായി പോയിട്ട്. 2-2.5 മേലെ ഞാൻ നാട്ടിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും സെയിം സ്ഥലത്ത് എത്തുന്നു. ഞാനിപ്പം ഓസ്ട്രിയയിൽ നിന്ന് വന്നിട്ട് ഞാൻ പിന്നെ പോയിട്ടില്ല. ഞാനിപ്പോ തിരിച്ച് ലണ്ടൻ എത്തിയിട്ടേ പോവുള്ളൂ. അപ്പം ഇത് 13-ാം തീയതിയാണ് UK അല്ലേ? ഞാൻ 13-ാം തീയതി മേ ബി ലൈക്ക് എന്റെ വീഡിയോസ് ഒക്കെ ഡിലേഡ് ആയിരിക്കും, ഒരു 1 വീക്ക് ഒക്കെ. 13-ാം തീയതി ഞാൻ UK എത്തും. 25-ന് ഞാൻ നാട്ടിൽ തിരിച്ചു പോകും. ഇത് വേസ്റ്റ് എടുക്കുന്ന വാഹനമാണ്. ഫിൻലൻഡിലെ ഏറ്റവും നീളം കൂടിയ ബ്രിഡ്ജ് കാണിക്കാൻ വേണ്ടി എന്നെ കൊണ്ടിരിക്കുകയാണ്.
ഇവിടെ മറ്റേ വെള്ളമാണല്ലോ കടലില്. ഇവിടെ കുറച്ചുകൂടെ ഇതായല്ലോ. ഇവിടെ കടലില് വെള്ളമാണ്. നടുക്ക് മാത്രമായിട്ടുള്ളത്. അതെ, സൈഡിലൊക്കെ ഇവിടെ മറ്റേ ഇങ്ങനെ ഐസായിട്ട് കിടപ്പുണ്ട്. പക്ഷെ ബാക്കിയുള്ള സ്ഥലത്ത് വെള്ളമുണ്ട്. ഇതിപ്പോ 1-2 ആഴ്ചയായിട്ട് ഇപ്പൊ പ്ലസ് ആയതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഇതെല്ലാം ഫ്രോസൺ ആയി കിടക്കുന്നതാണ്. ഓ ഓ ഓ, അത് ശരി. ഓക്കെ. പിന്നെ സുജിത് ബ്രോനെ നമ്മള് ഫെറി കൊണ്ട് വിട്ടു. അങ്ങനെ ഇവിടുന്ന് സ്വീഡനിൽ വിടുവാണ്. കപ്പലിൽ കയറി സ്വീഡൻ. ഞാൻ ഈ ട്രിപ്പില് നമ്മള് ഗ്രീസിൽ നിന്ന് ഇറ്റലിയിലേക്ക് ഞാൻ കപ്പലിൽ കയറിപ്പോയി. ഇറ്റലിയിൽ നിന്ന് മാൾട്ടയിലേക്ക് കപ്പലിൽ കയറിപ്പോയി. തിരിച്ചു വന്നു. 3 കപ്പൽ യാത്ര. പിന്നെ ഞാൻ എസ്റ്റോണിയെന്ന് ഫിൻലാൻഡിലേക്ക് കപ്പലിൽ കയറി വന്നു. ഇനി ഇവിടെ നിന്ന് സ്വീഡനിലേക്ക് കപ്പലിൽ കയറി പോകും. ഇനി ഞാൻ ഒരു തവണയും കൂടെ UK ചെല്ലുന്നതിന് മുമ്പ് UKയിലേക്ക് പോകും. പക്ഷെ അത് കപ്പൽ കയറണ്ട. അവര് കടലിനടിയിൽ കൂടെ മറ്റേ ഇംഗ്ലീഷ് ചാനലിനടിയിൽ കൂടെ ചാനൽ പണിതിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ട്രെയിനിലായിരിക്കും പോകുന്നത്. അതുകൊണ്ട് കപ്പൽ കയറണ്ട. അവിടെ ട്രെയിനിൽ കയറി ട്രെയിൻ കടലിനടിയിൽ കൂടെ ആയിരിക്കും പോകുന്നത്. എന്താല്ലേ, 50 കിലോമീറ്ററോളം ഉണ്ട്. ശരിക്കും നമ്മൾ ശ്രീലങ്കയിലേക്കൊക്കെ അങ്ങനെ അണ്ടർ ടണലൊക്കെ പണിത് കഴിഞ്ഞാലേ അയ്യോ, നമ്മുടെ അവിടുന്ന് ട്രെയിനൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊളംബോയിലേക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ഫ്യൂച്ചറിൽ ഇവിടെ പണി നടക്കുന്നുണ്ട്. അതായത് എസ്റ്റോണിയയിൽ നിന്ന് ഹെൽസിങ്കിലേക്ക്. അതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമുണ്ട്. അപ്പൊ കാണാട്ടോ. ഞാൻ സുജിത് ഭക്തനെ കൊണ്ടുവന്ന് നമ്മുടെ പാലമൊക്കെ കാണിച്ച് പോർട്ടിൽ കൊണ്ടുപോയിട്ട് വന്നപ്പോഴേക്കും ചിക്കു എന്നെ എടുക്കുമായിരുന്നു. അത്യാവശ്യം ക്ലീനിങ് ഒക്കെ ഒതുക്കി ഷീറ്റ്സ് ഒക്കെ കഴുകാനിട്ടു. അപ്പൊ ഇവൻ എഴുന്നേറ്റു. ഇപ്പൊ തന്നെ കളിച്ചുകൊണ്ട് കിടക്കും. ഇത് ഭയങ്കര നല്ല രസമുണ്ട് കേട്ടോ. അതായത് നമ്മുടെ നാട്ടിൽ തൊട്ടിലാട്ടും, പക്ഷെ ഇവിടെ ഇതിങ്ങനെ ചെയറിൽ ഇങ്ങനെ വള്ളം പോലെ അതിന്റെ അടിയിൽ ഇരിക്കുന്നത്. അവന് ഇഷ്ടം. ഇതിനകത്ത് ഇങ്ങനെ തട്ടിക്കിടക്കുമ്പോൾ ഉറങ്ങും. മുത്തുമണിയെ കുഞ്ഞിക്കാലൊക്കെ ഇട്ട് അടിച്ചടിച്ച് കിടക്കുക അല്ലേ? ആനോ ചിരി കഴിയുമ്പോ അപ്പൊ സങ്കടം വരുമോ? ആണോടാ, ചേച്ചിനെയും ചേട്ടനെയും കാണണോ? ചേച്ചിമാരെവിടെ? എവിടെ പോയി? ജോണിക്കുട്ടി ചേട്ടൻ എവിടെ പോയി? കാണാൻ കുതിയായോ? ഇനി ഇച്ചിരിയാണല്ലോ ഉറങ്ങിയുള്ളൂ രാവിലെ. അപ്പം ഇനിയിപ്പോ ഞാൻ ഒന്ന് കുളിക്കണം. ശരിക്കും അപ്രതീക്ഷിതമായിട്ട് നടന്നതാണ്. അപ്പം എനിക്ക് മെസ്സേജ് രാവിലെ അങ്ങോട്ട് അയച്ചതായിരുന്നു. പക്ഷെ ഞാൻ കണ്ടില്ലായിരുന്നു. ഞാൻ കാണുന്നത് ഒരു 11:30 ആയപ്പോഴാണ്. പിന്നെ ഞാൻ ക്ലാസ്സിലായിരുന്നു. അവിടുന്ന് ക്ലാസ്സിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി ക്ലാസ് കട്ട് ചെയ്ത് മുങ്ങി. ഡ്യൂട്ടി ക്യാൻസൽ ചെയ്തു. പിന്നെ എനിക്ക് ഈവനിങ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, അത് ക്യാൻസൽ ചെയ്തു. പിന്നെ പെട്ടെന്ന് തന്നെ സാധനങ്ങളെല്ലാം ചിക്കുവെല്ലാം പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്തു. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നല്ല ഫുഡൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റി. നമ്മള് ഫിറ്റ് റേറ്റ് കപ്പിളിന്റെ കൂട്ടത്തില് മറ്റേ ഡയറ്റ് പ്ലാൻ ഒക്കെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. അപ്പം കഴിഞ്ഞ ആഴ്ച കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് അങ്ങനെ നമ്മള് ഡയറ്റിൽ ഒഴിവാക്കേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഐഡിയ ഉണ്ട്. അപ്പൊ അതെല്ലാം ഒഴിവാക്കി ഫ്രിഡ്ജൊക്കെ എംറ്റി ആക്കി പുതിയത് ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് ഡയറ്റിന്റെ ഫുഡ് അല്ലല്ലോ കൊടുക്കണ്ടേ. അങ്ങനെ വീണ്ടും പ്ലാൻ തെറ്റി. വീണ്ടും നമ്മൾ ഇനിയിപ്പോ കുറെ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ തീരെ ഇനിയിപ്പോ 2-3 ദിവസം അല്ല, എന്തായാലും പ്ലാൻ സെറ്റായി എത്താൻ വേണ്ടിട്ട് ഇച്ചിരി ദിവസം കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരാൾ വന്നു കഴിയുമ്പോഴേക്കും അവർക്ക് ഏറ്റവും ബെസ്റ്റ് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ പൊതുവെ നമ്മൾ മലയാളീസ് എല്ലാവരും അങ്ങനെ ചെയ്യുന്നതല്ലേ. അങ്ങനെ പക്ഷെ ഫിൻലൻഡിൽ വരുന്നവരാരും വാസ വഴി അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. എല്ലാവരും തന്നെ ഹെൽസിങ്കി അങ്ങനെ കണക്ഷനാണ് വരുന്നത്. പിന്നെ ചിലരൊക്കെ വന്നു കഴിയുമ്പോഴേക്കും നമ്മളെ വിളിച്ച് കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ സമയമൊക്കെ ഉണ്ടാക്കി നമ്മൾ അവരെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോകാറുണ്ട്. അതെ. അപ്പം അങ്ങനെ ഇത് സമയവും സൗകര്യമല്ല. ഇപ്രാവശ്യം എന്തായാലും ലീവ് എനിക്ക് ലീവ് ആയിരുന്നു. അതുകൊണ്ട് ഈ ചാനലിലും ലീവ് എടുക്കാൻ കറക്റ്റ് ഒരു ഇത് പറ്റിയോണ്ട് ഓക്കെ കിട്ടി. അതുപോലെ നമ്മുടെ വെക്കേഷന്റെ സമയത്ത് നമ്മുടെ ഫ്രണ്ട്സ് വരാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അപ്പൊ അവർക്ക് പനി പിടിച്ചുകൊണ്ട് അവരും വന്നില്ലായിരുന്നു. അപ്പൊ നമ്മൾക്ക് ഡെലിവറിക്ക് മുമ്പ് ഒക്കെ ആയിരുന്നു ഗസ്റ്റ് ഒക്കെ ഇവിടെ വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ ശേഷം ഒത്തിരി നാൾ കൂടി വന്നതാണ്. അപ്പൊ പിള്ളേരാണെങ്കിൽ തന്നെ ഭയങ്കര ശാന്തരായിരുന്നേ. പിള്ളേരുടെ സൗണ്ട് അതല്ല, അവര് ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആണല്ലോ. അത് അവരറിഞ്ഞില്ല. അവര് സ്കൂളിൽ വിട്ട് വരുമ്പോഴാണ് അവരറിയുന്നത് ഇങ്ങനെ വരുന്നുണ്ടെന്നുള്ളത്. അതുകൊണ്ട് പിള്ളേർക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. പക്ഷെ പിള്ളേര് ഭയങ്കര ശാന്തമായിരുന്നു. പിള്ളേര് ചോദിച്ചു, എന്നിട്ട് സുജിത്ത് ചോദിച്ചു, ഇവിടെ 4 പേരുള്ളതായിട്ട് അറിയുന്നില്ല, ഒരു ശബ്ദം പോലും കേട്ടില്ലല്ലോ ഒന്ന്. അങ്ങനെ പിള്ളേര് ഭയങ്കര ശാന്തരായിരുന്നു കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടായില്ല. ട്രാവലിംഗ് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാള് അദ്ദേഹം ഇങ്ങനെ നാട്ടിൽ നിന്ന് ബൈ റോഡ്, അതുപോലെ ബൈ റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം കാറിലല്ല, അതായത് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ഉപയോഗിച്ച് അങ്ങനെ വരുന്നു. പിന്നെ പുള്ളിയുടെ വീട് പണ്ട് തൊട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. യാത്രയോട് ഭയങ്കര ഇഷ്ടമാണ്. യാത്ര ചെയ്യുന്നവരെ ഇഷ്ടമാണ്, അല്ലാത്തവരെ ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനെ വരുമ്പോഴേക്കും ഓരോ രാജ്യത്ത് വരുമ്പോഴേക്കും അവര് നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി ചിലപ്പോൾ ബുദ്ധിമുട്ടുന്നുണ്ടാവും. എല്ലായിടത്തും നമ്മുടെ യൂറോപ്പിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ നാടൻ ഫുഡൊന്നും കിട്ടത്തില്ലല്ലോ.
അപ്പം നമ്മളൊരാൾ വരുമ്പോൾ സന്തോഷത്തോടെ നമ്മൾ ആഹാരം ഉണ്ടാക്കി കൊടുക്കുക, അത് നമ്മുടെ ഒരു സന്തോഷമാണ്. അതെ അതെ, അതുകൊണ്ടാണ് മെയിൻ ആയിട്ടും നാടൻ എന്നുള്ള ഒരു ഇത്. പക്ഷെ ഇച്ചിരി സ്പെഷ്യൽ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള സാധനങ്ങൾ മേടിക്കാൻ സമയം കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ലോ, പ്ലാനിങ് ചെയ്തില്ല. പിന്നെ അതുപോലെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും രാജ്യത്തൊക്കെ പോയി കഴിയുമ്പോഴേക്കും ഒത്തിരി മലയാളി സുഹൃത്തുക്കളൊക്കെ നമ്മളെ വിളിക്കും. അപ്പം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പെട്ടെന്ന് പോകാൻ പറ്റി കഴിയുമ്പോഴേക്കും അവരും നമുക്ക് വേണ്ടി നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നല്ലേ. അതെ, നമ്മൾ ഒരുപാട് അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ സന്തോഷം നമുക്കറിയാം. അത് പുള്ളിക്ക് ഒത്തിരി ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ടൊന്നും അല്ല, കാരണം നമുക്ക് യാത്ര ചെയ്യുന്ന ഒരു അനുഭവങ്ങൾ കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ്. അതുപോലെ തന്നെ നമുക്ക് പുള്ളി ചൈന വഴിയാണ് ഇത് വന്നത്, ബൈ റോഡല്ലേ വന്നത്. അപ്പോൾ അവിടുത്തെ കുറേ എക്സ്പീരിയൻസ് നമുക്ക് നേരിട്ട് അറിയണം. വീഡിയോയിലൂടെ കാണുന്നത് മാത്രമല്ലല്ലോ പല കാര്യങ്ങളിലെ സത്യം. അപ്പം നമ്മൾ ബൈ റോഡ് പോകണമെന്ന് ഭയങ്കര ആഗ്രഹിച്ചായിരുന്നു ജൂണിൽ. അത് പോകാൻ സാധിക്കാത്തതിന് കാരണം എന്ന് വെച്ചാൽ ചൈനയിൽ നിന്ന് നേപ്പാളിലേക്ക് ഒരു 50 കിലോമീറ്ററോളം പോകുന്ന വഴി നമ്മുടെ ക്യാരവാൻ കൊണ്ടൊന്നും പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഹൈറ്റ് കൂടിയത്. പക്ഷെ അതുമായിട്ട് നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല, കാരണം അത്രയും ടൈപ്പുള്ള. അപ്പോൾ അതുകൊണ്ട് അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കണമായിരുന്നു. പിന്നെ യാത്ര ചെയ്യുന്നത് ഭയങ്കര എക്സ്പീരിയൻസ് കേൾക്കാൻ ഭയങ്കര രസമല്ലേ. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നു, ഞങ്ങൾക്ക് അറിയാൻ പാടാത്ത ഒത്തിരി കാര്യങ്ങൾ. ഈവൻ ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ എടുക്കുന്ന എത്ര ചീപ്പായിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊന്നും എനിക്ക് അത്ര അറിയത്തില്ലായിരുന്നു. അങ്ങനെ എല്ലാം അറിയാൻ പറ്റും. ടിപ്സ് കിട്ടി, അടിപൊളിയായിരുന്നു. അങ്ങനെ ജോണിക്കുട്ടീനെ ഡേ കെയർ നമ്മൾ കൂട്ടിക്കൊണ്ട് വന്ന സമയത്ത് ജോണിക്കുട്ടിക്ക് സ്കേറ്റിംഗ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടുത്തെ ഗ്രൗണ്ട് മൊത്തം ഐസായി കിടക്കുവാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പം സ്കേറ്റിംഗ് ഷൂസ് എടുത്തിട്ട് വന്നു. ബെൽറ്റ് ബെൽറ്റ് ഇത് ഹാങ്ങായി കിടക്കുന്നു, കറക്റ്റായിട്ട് ഇട്. ഹാൻഡ് സ്കേർട്ടണേ, നല്ല തെന്നി കിടക്കുന്നുണ്ടോ. നമ്മൾ ഷൂസ് ഇട്ട് ഇങ്ങനെ ചെയ്യണം. സ്കേറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഇവിടെ അല്ല, പക്ഷെ കുറച്ച് ദൂരെയാ. അവിടെ പോവും. എന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കൊത്തിയാണെങ്കിൽ നന്നാൻ പോലെ അവിടെ പറ്റിയില്ലാണോ, നടക്കാൻ പറ്റിയില്ലായിരുന്നോ? എന്നാ കഴിച്ചത് ഡേ കെയറിലെ? ഇന്നും സുണ്ണുണ്ടായിനാണെങ്കിൽ ആണ്. സോ ഇന്ന് ഡിസേർട്ടിനാണ്. ഇന്നാണെങ്കിൽ ഹെർണക്കൈത്ത, പിന്നെ ഈ ആണോ ഹെർണിക്കൈത്ത എന്ന് പറയാനറിയാവോ? നമ്മുടെ ഗ്രീൻ പീസ്, ബീൻസ്, പിന്നെ അതിനകത്ത് മീറ്റ് ഒക്കെ ഇട്ട് ഗ്രീൻ പീസ് പുഴുങ്ങിയതും പിന്നെ അതിനകത്ത് മീറ്റും. പിന്നെ ലാസ്റ്റ് കാസ്പുള്ള എന്ന് പറഞ്ഞാൽ നല്ല ബണ്ണ്, അതിനകത്ത് ക്രീം വെച്ചിട്ടുള്ളൂ അല്ലേ? അപ്പോൾ ഓക്കെ ജോണിക്കുട്ടി ചെയ്യുക. പപ്പ ആണെങ്കിൽ കുറേ നേരം വെയിറ്റ് ചെയ്യാം. ആ ചേട്ടൻ്റെ പപ്പ കൊണ്ടേ വിട്ടു, വീട്ടിൽ വന്നില്ലേ, ആങ്കിളിനെ കൊണ്ടേ വിട്ടു. ആണോ? കവർ ഇതായി പോയി പപ്പയുടെ. ഇതേ കവർ കാറ്റത്ത് പറഞ്ഞു പോയി. ജോണിക്കുട്ടിയുടെ വിൻ്റർ ആയി കഴിഞ്ഞാലുള്ള ഇഷ്ടപ്പെട്ട ഹോബികളിലൊന്നാണ് ഇത്. ഓക്കെ, താങ്ക് യു. പോയി ചെയ്തോട്ടോ. പപ്പ ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു. ഓക്കെ, പോയി ചെയ്തോ. ഇന്ന് നല്ല സണ്ണി ഡേയാണ്. കുട്ടി വന്നു, നേരെ ബേബിനെ കൈയൊക്കെ കഴുകി അല്ലേ? അയ്യോ, അപ്പ എടുക്കട്ടെ? അപ്പ എടുക്കട്ടെ? അപ്പ എടുക്കാം. ജോണിക്കുട്ടി വന്നപ്പം തന്നെ ബേബിനെ എടുത്തു, എന്നിട്ട് ഉറക്കി. എന്നാ തോന്നുന്നു ജോണിക്കുട്ടി മോൻ പൊട്ടിച്ചിങ്ങനെ കിടക്കുമ്പോ? നല്ല സുഖമാണോ? പപ്പ ബേബിനെ കൊണ്ടൊക്കെ എടുത്തട്ടെ? കുറച്ച് നേരം കഴിഞ്ഞിട്ടോ? അതിനാ പപ്പ ഇപ്പൊ കൊണ്ടൊക്കെ എടുത്താ? ഉറങ്ങിയോ എന്റെ പൊന്നോ? കിടത്തല്ലേ ജോണിക്കുട്ടിക്ക്? എടുത്തിട്ടെ പപ്പ പോയി എടുക്കട്ടെ. അവൻ സുഖമായിട്ടിരിക്കല്ലോ, എനിക്ക് നോട്ടാ കുഴപ്പമില്ല. മറ്റവനും ഇഷ്ടം, ഇവനും ഇഷ്ടം. പിന്നെ എന്നാ പ്രശ്നം? പിന്നെ പപ്പയ്ക്കെന്നെ പ്രശ്നം. ഇത് കണ്ടു കഴിക്കുന്ന പപ്പയ്ക്കെന്നെ വിഷയമല്ലേ? ഒരു ഗസ്റ്റ് വന്നു കഴിയുമ്പോൾ അത് അപ്രതീക്ഷിതമായിട്ട് വരുമ്പോൾ ഉള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? ഒരു വെപ്രാളവും പിള്ളേരറിഞ്ഞില്ല. അപ്പോൾ അതിന്റെ ഒരു ഓട്ടപ്പാച്ചൻ ബഹളായിരുന്നു കേട്ടോ ഇപ്പൊ ഈ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. എല്ലാ ക്ലിപ്പൊന്നും ആടിയതല്ല, എവിടെയൊക്കെയോ വലിമുറിയായിട്ട്. നമ്മൾ അധികം ഒന്നും എടുത്തില്ല, കാരണം ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര നമുക്ക് ശീലമില്ലാത്തതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് എടുത്തില്ല. വരുന്നവരെ നമ്മൾ ശ്വാസം മുട്ടിക്കാനും പാടില്ലല്ലോ. അവർക്ക് സന്തോഷമായിട്ട് നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ ഹാപ്പിയായിട്ട് വർത്താനം പറഞ്ഞിരിക്കുക എന്നുള്ള ഇതാണ്. രാവിലെ ഇവര് സ്കൂളിൽ പോയി ഇപ്പൊ തിരിച്ചെത്തി.
ചക്കി ഫ്രണ്ടിന്റെ വീട്ടിൽ കളിക്കുവാണ്. 3 മണി കഴിയുമ്പം എത്തുപോരാ. ജോണിക്കുട്ടിയാണ് ഞാൻ കുട്ടി ഭയങ്കര ഒരു ഇതായിട്ടിരിക്കുന്നത്, സന്തോഷമായിട്ടിരിക്കും. ബേബീനെ എടുക്കണമെന്ന്. അപ്പൊ മാളൂനും ബേബീനെ എടുക്കണം. അപ്പൊ രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് മേടിച്ച് ഞാൻ മടിയിൽ വെച്ചപ്പോ അതിന്റെ പടക്കമാണ് ഈ മുഖത്ത് കാണുന്നത്. അതൊന്നും സാരല്ല. അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. യെസ്. ഇനി അപ്പൊ നമുക്ക് അടുത്ത ദിവസം അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അസോക്കോട്ടെ കണ്ണു വീഴ്ച നോക്കിയിരിക്കുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങക്ക് ബാക്കി കളിക്കാൻ പോകാനായിട്ട്. രണ്ടുപേരും മത്സരിച്ചാട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. 2 അല്ല 3 പേരും അതെ. ചക്കി ഇപ്പൊ വരും. ചക്കി ഒത്തിരി ദിവസമായി ഫ്രണ്ടിന്റെ അടുത്ത് കളിക്കാൻ പോയിട്ട്. നാനു ജോണിക്കുട്ടി 2 ദിവസമായിട്ട് ഇങ്ങനെ പോണെന്ന് പറഞ്ഞിട്ട് ഒരേ രക്ഷയില്ല. ടക്കറി എന്നാ ഇങ്ങനെ തക്കിക്കണേ? ക്യാമറ കണ്ടപ്പോഴേക്കും കണ്ണൊക്കെ പിടിച്ച് നോക്കിയിരിക്കോ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.